കൊബെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഓജി സൂ കാണാനാണ് നമ്മൾ പോകുന്നത്. എൻട്രൻസ് ഫീസ് 600 yen ആണ്. നമ്മുടെ ഇന്ത്യൻ റുപ്പി ഏകദേശം 350 രൂപ വരും. അത്യാവശ്യം വലിയ സൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് കണ്ടു തീർക്കാൻ പറ്റിയില്ല. 4:30 ആക്കിയപ്പോഴേക്കും ക്ലോസ് ചെയ്തു. ഇപ്പോൾ പെട്ടെന്ന് ഈവനിങ് ആവുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 4:30 ക്ലോസിംഗ് ടൈം. പോളാർ ബിയർ ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരു സ്ത്രീ മുകളിൽ നിന്ന് പോളാർ ബിയറിനെ കണ്ടില്ലേ? ഇതിൻ്റെ പുറത്തു കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് മുകളിൽ പോയിട്ട് നിന്നിട്ട് പോളാർ ബിയറിനെ കാണാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങാനും പോളാർ ബിയർ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുകയാണെങ്കിൽ ഇതേ ഇവിടെ നിന്നിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള എല്ലാ സൂവും അല്ലെങ്കിൽ എന്ത് കാണാനുള്ള സംഭവങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്ക് ഏത് പൊസിഷനിൽ നിന്നാലും കാണാൻ പറ്റുന്ന രീതിക്ക്. ഇപ്പോൾ പോളാർ ബിയർ വെള്ളത്തിലിറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ താഴെ നിന്ന് കാണാൻ പറ്റും, ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മോളിൽ നിന്ന് കാണാൻ പറ്റും. ആ രീതിക്കായിരിക്കും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവുക. പോളാർ ബിയർ നല്ല അസലായിട്ട് വെള്ളത്തിലിറങ്ങി കളിക്കും കേട്ടോ. ഞാൻ പണ്ടൊരിക്കൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്തവണ ഇതിന് വലിയ മൂടൊന്നും ഉണ്ടായില്ല. ഇത് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. നമ്മളിങ്ങനെ പോകുന്നുണ്ട് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നു. പന്തൊക്കെ വെച്ചിട്ട് ഇവർ നന്നായിട്ട് കളിക്കും. പോളാർ ബിയറിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മഞ്ഞാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പോളാർ ബിയറിൻ്റെ ശരീരത്തിലുള്ള രോമങ്ങൾ 2 ലെയറായിട്ടാണ് നിൽക്കുന്നത്. ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും താഴത്തെ ലെയർ നല്ല കട്ടിയുള്ള രോമമാണ്. അതാണ് ശരീരത്തിലെ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. പുറമേയുള്ള കട്ടി കുറഞ്ഞുള്ള രോമമാണ് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവയുടെ രോമങ്ങൾക്കടിയിൽ കറുത്ത നിറത്തിലുള്ള സ്കിന്നുണ്ട്. അതാണ് കേട്ടോ ചൂടിനെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ രൂപം തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. കൈയിൻ്റെ വിരലുകളൊക്കെ ഇങ്ങനെ കമ്പികളുടെ ഇടയിലൂടെയൊക്കെ ഇട്ട് ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഭാവവ്യത്യാസം അനക്കമൊന്നുമില്ല. ആളങ്ങനെ ഇരിപ്പായിരുന്നു. സീ ലയൺ ആണ് ഈ കാണുന്നത്, കടൽ സിംഹം. ഇത് ഫീഡിങ് ടൈം ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇപ്പോൾ അവരുടെ കണ്ണിൽ എന്തോ മരുന്നൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫീഡ് ചെയ്യുന്ന മീനായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഒന്നിനെ അവിടെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേത് വന്ന് വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്.
ഒരാൾ ഇതേ ആ പാറയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാട്ടോ കാണുന്നത്. വെള്ളത്തിൻ്റെ അടിയിലൂടെ അത് പോകുന്ന കാണണമെങ്കിൽ ഇതിൻ്റെ താഴത്തൂടെ നമുക്ക് പോയിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. സാധാരണ നമുക്ക് ഗ്ലാസിൻ്റെ തൊട്ടടുത്ത് വരെ പോകാൻ പറ്റാറുണ്ട്. ഇവിടെ ഗ്ലാസ് കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, അത് കാരണം സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഉറുമ്പ് തീനീൻ്റെ കൂട്ടത്തിൽ പെടുന്ന കേട്ടോ ഈ കാണുന്നത്. പിന്നെ നല്ല നീളമുള്ള മൂക്കുണ്ട്, അതുപോലെ തന്നെ നല്ല നീണ്ട മൂർച്ചേറിയിട്ടുള്ള നഖങ്ങളൊക്കെ ഉണ്ട്. ഇവർ ഉറുമ്പിനെ അതുപോലെ തന്നെ ചിതലൊക്കെയാണ് കഴിക്കുക. ദേ കരടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പാറക്കെട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടില്ലേ. ഇതിപ്പോൾ നമ്മൾ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ ഈ കരടി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നേരെ അതിൻ്റെ കൂടിനകത്തോട്ട് പോയിട്ടോ. അപ്പം നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. ഇവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും കാണാൻ പറ്റുന്ന രീതിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ ആ കൂടിനകത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. കൂടിനകത്ത് ഇരിക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇതേ കൂട്ടിലോട്ട് വന്ന കരടിയെ നമ്മൾ ഇവിടെ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ പുറകിൽ അത് വന്ന വഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് മൃഗങ്ങളെയും കുറച്ച് പക്ഷികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെയൊക്കെ ടച്ച് ചെയ്യാൻ പറ്റും. ഇവരിങ്ങനെ തുറന്ന് വിട്ടേക്കായിരിക്കും, നമുക്ക് പോയിട്ട് ടച്ച് ചെയ്യാനൊക്കെ പറ്റും. ഒന്നും ചെയ്യില്ല. കുട്ടികളൊക്കെ അതിനകത്തോടൊന്നും ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കുതിരയും താറാവും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. രണ്ട് ബോഗികളുള്ള പഴയ ട്രെയിൻ പോലെ ഒന്നായിരുന്നു. ഇതിനകത്ത് സീറ്റൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. ഫുഡ് കഴിക്കാൻ പാടില്ല, നമുക്ക് ഇവിടെ കയറിയിരുന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പഴയ ട്രെയിൻ ഇങ്ങനെയായിരുന്നോ എന്ന് എനിക്കറിയില്ല.
വെൻഡിങ് മെഷീൻ ഇല്ലാത്ത സ്ഥലങ്ങൾ ജപ്പാനിൽ എവിടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാലോ. ഇവിടെ നല്ലൊരു ലഞ്ച് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഗ്രൗണ്ട് കണ്ടില്ലേ, ഇത്രയും സീറ്റും ടേബിളും ഒക്കെ ഇട്ടിട്ടുള്ള ഫുൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായിരുന്നു. കാരണം അത്രയും വലിയ സൂ ആണിത്. നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാനൊന്നും പറ്റില്ല. തൊട്ടിപ്പുറത്ത് തന്നെ വാനിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കാണ് ഈ കാണുന്നത്. കുറേ ഗെയിമിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്.